സാർ നമസ്കാരം. നമസ്കാരം. അയാളാരാ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് തരില്ല എന്ന് പറയാൻ? അയാൾക്ക് എന്താണ് അധികാരം? പറയുന്നത് CPIയുടെ മുൻ മന്ത്രിയായ മുതിർന്ന നേതാവായ C. ദിവാകരനാണ്. പിണറായി വിജയനെ കുറിച്ചാണ് C. ദിവാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പറഞ്ഞത്. CPI ആവശ്യപ്പെട്ടിരിക്കുന്ന ഉപനേതൃസ്ഥാനം, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, അത് CPMന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല, CPIക്ക് അത് തരില്ല, കൊടുക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾ C. ദിവാകരൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. അയാൾ ആരാത് പറയാനെന്ന് ചോദിച്ചത്. ബാലഗോപാൽ ചോദിച്ചതിൻ്റെ കുറച്ചുകൂടെ കൂടി. അതെ, അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ചോദിക്കുന്നത് CPI ആണ്. ഇടതുപക്ഷത്തിലെ ഒരു പ്രധാന രണ്ടാമത്തെ കക്ഷിയാണ്. അപ്പോൾ ആ കക്ഷി ഒരു ആവശ്യം മുന്നോട്ടേക്ക് ഉന്നയിക്കുമ്പോൾ കക്ഷിയുമായി, അതായത് ഇടതുപക്ഷത്തിലെ എല്ലാ നേതാക്കളും തമ്മിൽ അതിൻ്റെ മുന്നണി യോഗം വിളിച്ച് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യം CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് ഏകപക്ഷീയമായൊരു തീരുമാനമെടുക്കാൻ അയാൾക്കാരാ അതിന് അധികാരം നൽകിയിരിക്കുന്നത്? C. ദിവാകരൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇന്നത്തെ നിലവിലത്തെ ഇടതുപക്ഷത്തിൻ്റെ ദയനീയമായ പരാജയത്തിൻ്റെ സാഹചര്യത്തിൽ CPI മുന്നണിക്കകത്ത് പല വിഷയങ്ങളിലും മുറുമുറുപ്പോടുകൂടി അതൃപ്തിയോട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ അതൃപ്തി ഒരുപക്ഷെ മുന്നണി വിട്ട് CPI പുറത്തേക്ക് എന്നുള്ള ചില സൂചന, ഗൗരവതരമായ കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങും എന്നുള്ളതിൻ്റെ ചില സൂചന കൂടി, കടുത്ത അമർഷം തന്നെയല്ലേ C. ദിവാകരൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു? ഉറപ്പായിട്ടും C. ദിവാകരൻ ആദ്യം ഓർക്കേണ്ടത്, ദിവാകരൻ അത് ഇപ്പോൾ പറഞ്ഞിട്ട് സന്തോഷമുണ്ട്. ദിവാകരൻ ആദ്യം ഓർക്കേണ്ടത് CPM എന്തുകൊണ്ട് ഇങ്ങനെ ഇവരോട് പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള വിധേയത്വം നിറഞ്ഞ പെരുമാറ്റമാണ്. ദിവാകരൻ്റെ ഈ ഒരു അമർഷം പല വിഷയത്തിലും ഉണ്ടായതുപോലെ ഇത് നേരിട്ട് തന്നെ ഒരു പ്രതിഷേധം തന്നെയല്ലേ അത്? അല്ല, ഇപ്പം ഇതെല്ലാം ഇവർക്കെല്ലാം ഏത് ഞാഞ്ഞൂലിനും തലവെക്കാൻ പറ്റുന്ന അവസരമാണ്. ഏത് ഞാഞ്ഞൂലിനും ഒന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ CPIക്ക് റോള് എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റിങ് ഫോഴ്സ് ആയിരുന്നു CPI. പ്രത്യേകിച്ച് ഏറ്റവും CPIയുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് മുന്നണിയിലുള്ള ബന്ധമായിരുന്നു CPI ശക്തിപ്പെടുത്തിയത്. CPI അത് പിന്നെ മൂന്നാർ കയ്യേറ്റം വന്നപ്പോഴാണ് അച്യുതാനന്ദനുമായിട്ട് ഇടതുപക്ഷത്തേക്ക് പോയി, അച്യുതാനന്ദൻ്റെ ആയിട്ട് എതിർപ്പ് വരുന്നത്, അങ്ങനെ പല പ്രശ്നങ്ങളും പിന്നെ തുടർച്ചയായി ഇടതുപക്ഷത്തിൽ പോയപ്പോൾ അവഗണന മാത്രമാണ് CPIക്ക് അനുഭവിക്കേണ്ടി വന്നത്. എല്ലാ കാര്യത്തിലും കോർപ്പറേഷൻ വിഭജനം വിഭജിക്കുമ്പോഴും MLAമാരുടെ പുതിയ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴും എല്ലാം, മറിച്ച് കോൺഗ്രസിൻ്റെ കൂടെ മാന്യമായ അക്കോമഡേഷനായിരുന്നു. അന്നത്തെ മന്ത്രിമാർക്കെല്ലാം അറിയപ്പെടുന്ന മന്ത്രിമാരുമായിരുന്നു. ഇത് കാണാനും മനസ്സിലാക്കാനും CPIക്ക് ഇന്നലെ വരെ പറ്റില്ലായിരുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ CPIയുടെ ചുവടുമാറ്റത്തിന്. അതിപ്പം ഞാൻ പറയുന്നു, ഇന്നലെ വരെ കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷയും, കേരളത്തിലെ കോൺഗ്രസ്സിലെ അധികാരത്തിലെത്തുന്ന ഒരു പ്രതീക്ഷയും CPIക്ക് ഇല്ലായിരുന്നു. ഇന്ന് ഉറപ്പായിരിക്കുന്നു ഇനി കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് കളയാൻ പ്രയാസമാണെന്ന്. ആ തിരിച്ചറിവിൻ്റെ ഫലം കൂടിയാണ് എൻ്റെ പൊന്ന് ചങ്ങാതി ഇപ്പോൾ CPIയും ദിവാകരനൊക്കെ ധാരണ എടുക്കുന്നത്. അതായത് CPI ആത്മാർത്ഥമായും ഒരു മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തിൽ നിന്ന് ഇനി ഇതുപോലെ CPMൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിന്ന് ഇടതുപക്ഷമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ, അഥവാ ഇടതുപക്ഷം ഒരു അഴിച്ചുപണിക്ക് വിധേയമാകേണ്ട സാഹചര്യത്തിൽ അതിന് CPM തയ്യാറാവാതെ വരുമ്പോൾ ഇനി CPI ആത്മഹത്യപരമായൊരു നിലപാടെടുത്ത് ഈ ഇടതുപക്ഷത്തെ തുടരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. ഈ C. ദിവാകരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ പിണറായി വിജയൻ എന്ന നേതാവിനെ ബാധിക്കുന്ന തരത്തിൽ പല പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് C. ദിവാകരൻ്റെ മാതൃഭൂമിക്കാണെന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിലാണ് പറഞ്ഞത് പിണറായി വിജയൻ നെയ്മീൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ആനന്ദൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ പോണ സമയത്ത് അമ്മ ഒറോട്ടി എന്ന് പറയുന്നൊരു ഭക്ഷണം ഉണ്ടാക്കി തരിക, ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ്, അപ്പം പോലെയുള്ളത്. അപ്പം മിക്കവാറും അത് പൊതിഞ്ഞിട്ടാണ് പഠിക്കാൻ പോവുക. ചില ദിവസങ്ങളിൽ അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടിണിയും പരിവട്ടമൊക്കെ ശീലിച്ച് വളർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നെയ്മീനില്ലാത്തതിൻ്റെ പേരിൽ ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയി എന്ന് C. ദിവാകരൻ പറയുമ്പോൾ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവാകരൻ അത് പറഞ്ഞത്. പിണറായി വിജയനെ കട്ട് ഡൗൺ ടു സൈസ്, വളരെ എത്ര ചെറുതാക്കാം അത്രയും ചെറുത്, അതെല്ലാവരും ബാലഗോപാൽ നിയമസഭ ചെയ്തിരുന്ന ഈ ഒറ്റപ്പെട്ട ദിവാകരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒറ്റപ്പെടായിട്ട് കണ്ട ബാലഗോപാൽ നിയമസഭ വെച്ച് പരസ്യമായിട്ട് അവമാനിക്കും. അതെ, ഇതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിലും ഈ C. ദിവാകരൻ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം പുസ്തകമായ കനൽ വഴികളിലാണ് പറഞ്ഞത് 10-15 കോടി രൂപ മുടക്കി ഒരു പെണ്ണിനെയും ഒരു ജസ്റ്റിസിനെയും വിവരിച്ചിട്ട് ചില കണാകുണ റിപ്പോർട്ട് എഴുതി. ഇങ്ങനെ ഈ വാക്ക് തന്നെയാണ്
കണാഗുണ റിപ്പോർട്ട്. അപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചില കണാഗുണ ഇടപാടുകൾ നടക്കുന്നുണ്ട്, അതുമായി പൊരുത്തപ്പെടാൻ ഇപ്പോഴും ഞാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയല്ലേ? അല്ല, ഇപ്പോഴും ഈ CPM ഇത്രയും മോശമായിട്ട് CPIയോട് പെരുമാറാനുള്ള കാരണം ഇങ്ങനെ നടക്കുന്ന ഇടപാടുകൾ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയോ അതിൻ്റെ പങ്ക് പറ്റാനോ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ കാനൻ രാജേന്ദ്രനുണ്ടെന്ന് ചില ബാധ്യതകളുണ്ടായിരുന്നു, പിണറായി വിജയനെ പേടിക്കേണ്ട വസ്തുതകളുണ്ടായിരുന്നു. അപ്പോൾ ആ അവസരമെല്ലാം CPM ഇവൻ്റെ CPI ഇല്ലാതാക്കി വെറും വേലക്കാരൻ്റെ കൂട്ട് മാത്രം. അതിൽ നിന്ന് ഇപ്പോൾ ആ മോചനം കിട്ടണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് എടുത്ത് കാലി വെക്കാൻ ഉറപ്പുള്ളൊരു തറ കാണണ്ടേ? ഇപ്പോൾ ഒരു ഉറപ്പുള്ള തറ കണ്ടു, കോൺഗ്രസിൻ്റെ തറ, ആ തറയിലേക്ക് കാലി വയ്ക്കുകയാണ് എന്ത് വന്നാലും. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പിനെ കുറിച്ച് CPI ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലാതെ നിയമസഭാ നിലനിൽപ്പിനെ ഭാവിയെക്കുറിച്ച്. അതെ, നിയമസഭാ മന്ദിരത്തിൽ ഒരു മുറി കിട്ടാൻ വേണ്ടി CPI ഇങ്ങനെ ഒരു ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി വാശി പിടിച്ച് ഇത്രത്തോളം വലിയ രീതിയിൽ നിലപാട് സ്വീകരിച്ച് നിൽക്കാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. സി ദിവാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെല്ലാവരും ഈ സ്ഥാനത്തെക്കുറിച്ച്, ഉപനേതൃസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് അവരിത് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടു പോകും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം.